2026-ലും ആളെ വെച്ചും മമ്മട്ടിയും വെച്ചാണ് ഇപ്പോഴും നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പോഴും റീകോയിൽ വെച്ച് വലിച്ചു വലിച്ച് മാത്രമേ പവർ വീട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ അടുത്ത് കുറേ ലാൻഡ് ഉണ്ട്, ഒരു നല്ല പവർ വീട് വേണമെന്ന് നോക്കുന്ന ആൾക്കാരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു ട്രാക്ടറിനെ വെച്ച് കളയെടുക്കുന്നതിന്റെ 10% മതി ഈ പവർ വീട് വെച്ച് നിങ്ങൾക്ക് കളയെടുക്കാം. നമസ്കാരം. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് നിങ്ങളുടെ വീടും പരിസരമാണെങ്കിലും അതേപോലെ കൃഷിയിടത്താണെങ്കിലും ഒരുപാട് കളച്ചെടി വന്നിട്ടുണ്ടാവും. അപ്പൊ ഒരാളെ വെച്ച് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ട്രാക്ടറിനെ വിളിച്ച് ക്ലീൻ ചെയ്യാൻ വെക്കുവാണെങ്കിൽ ഒരുപാട് പൈസയും. അപ്പൊ നിങ്ങൾ എന്തായാലും ആലോചിക്കുന്നുണ്ടാവും ഒരു പവർ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പവർ വീട് എവിടെ നിന്ന് വാങ്ങിക്കണം, എന്തൊക്കെ നോക്കി വാങ്ങിക്കണം എന്നാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോ കൃഷിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് കാണാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മൾ കൂടുതൽ ഈ ചാനൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഇടുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ നർമ്മദ പവർ വീഡർ. ഈ നർമ്മദ പവർ വീഡറിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ എഞ്ചിനാണ്. നമ്മൾ 7.5 HP ഡീസൽ എഞ്ചിനാണ് കൊടുത്തിട്ടുള്ളത്. ഹൈ ടോർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കളയെടുക്കാണ്ട് വളരെയധികം എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചെലവ് വരുമല്ലേ എന്ന്. ഇപ്പൊ ഒരു പെട്രോൾ പവർ വീഡർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ 1 ലിറ്റർ ചെലവാകുന്നിടത്ത് ഇവിടെ വെറും 600 ml മാത്രമാണ് ചെലവാകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 400 ml സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും ഇത് ഒരുപാട് നേരം ഓടിക്കുമ്പോഴത്തേക്കും എഞ്ചിൻ എന്തെങ്കിലും പ്രശ്നം വരത്തില്ല, എഞ്ചിൻ ഒരുപാട് ചൂടാവത്തില്ലേ എന്ന്. അത് ശരിയാണ്, ഒരുപാട് പവർ വീഡറിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ നർമ്മദ പവർ വീഡറിൽ നമ്മൾ ഒരുപാട് R&D ചെയ്തിട്ട് എയർ കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരുപാട് കള എടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കള എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഉണ്ടാവത്തില്ല. അടുത്ത എല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് റീകോയിൽ കൊണ്ട് നമ്മൾ വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ സെൽഫ് സ്റ്റാർട്ട് ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഈ നർമ്മദ പവർ വീഡർ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഹെവി ഡ്യൂട്ടിയുള്ള ഗിയർ ബോക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയുള്ള ലൈനിലാണെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിലും സ്പീഡ് കുറച്ചിട്ടാണെങ്കിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹാൻഡിൽ ബാർ വന്നിട്ട് നമ്മുടെ ഹാൻഡിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരുപാട് ഹൈറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതേ ഒരുപാട് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് അതിനനുസരിച്ച് ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയുള്ള ഹൈറ്റിലാണെങ്കിലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതുകൂടാണ്ട് നമുക്ക് 360 ഡിഗ്രിയിൽ ഈ ഹാൻഡിൽ ബാർ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പവർ വീഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടയർ എന്ന് പറയുന്നത്. നമ്മൾ വലിയ സൈസിലുള്ള ടയറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ പല ടൈപ്പായിട്ടുള്ള മണ്ണായിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ണിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ വലിയ ടയർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ ടൈപ്പുള്ള ലാൻഡിലാണെങ്കിലും എളുപ്പത്തിൽ പവർ വീഡ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്തിനാ ഒരു പവർ വീഡ് വാങ്ങിക്കുന്നത്, ഒരു ട്രാക്ടർ യൂസ് ചെയ്താലും പോരെ? അങ്ങനെയല്ല, നമ്മൾ പഴയ കാലം നോക്കുവാണെങ്കിൽ നമ്മൾ കാളവണ്ടി ഉപയോഗിച്ചിട്ടായിരുന്നു കളയെടുത്തേണ്ടത്. അതേ അപ്ഗ്രേഡ് ആയിട്ട് നമ്മളൊരു ട്രാക്ടർ യൂസ് ചെയ്ത് കളയെടുക്കാൻ തുടങ്ങി. അതും അപ്ഗ്രേഡഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ പവർ വീഡർ യൂസ് ചെയ്ത് കളയെടുക്കാൻ പോകുന്നത്. ഈ പവർ വീഡർ 2026 കാലഘട്ടത്തിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ കൃഷി ചെയ്യാമെന്ന് പഠിപ്പിക്കുന്ന ഒരു മെഷീനാണ്. പിന്നെ നമ്മുടെ ഈ പവർ വീഡറിൽ ട്രാക്ടറിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഈ പവർ വീഡിന് ചെയ്യാൻ പറ്റും. എങ്ങനെ നോക്കിയാൽ ട്രാക്ടറൊക്കെ വലിയ വലിയ ലാൻഡിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മൾ പവർ വീഡർ ചെറിയ ചെറിയ ലാൻഡിലാണെങ്കിൽ നമുക്ക് കളയെടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറ്റുന്നതാണ്. നമ്മുടെ ഈ പവർ വീഡർ മൾട്ടി പർപ്പസ് മെഷീനാണ്. എങ്ങനെയെന്ന് നോക്കിയാൽ നമുക്കിതിൽ കൾട്ടിവേറ്റർ, റിച്ചർ, സ്പീഡർ, മിനി ടില്ലർ ആയിട്ട് യൂസ് ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് ഇതിൽ സ്പ്രേയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പൊ നിങ്ങളൊരു ട്രാക്ടർ പകരമായിട്ട് ഒരു പവർ വീഡർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓൾറെഡി സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക. നമ്മൾ ഈ വീഡിയോ കണ്ട് വിളിച്ച് ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ 15,000 രൂപ ഡിസ്കൗണ്ടിലാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ ഈസി EMI യിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് EMI എമൗണ്ടിൽ നിങ്ങൾക്ക് ഈ മെഷീൻ സ്വന്തമാക്കാവുന്നതാണ്. ഉടനെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുന്നത് നിങ്ങളുടെ മെഷീൻ ബുക്ക് ചെയ്യും.